ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കടലമാവ് വെച്ചിട്ടുള്ളൊരു ഊത്തപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൗളുണ്ട്, ഒരു ബൗള് കടലമാവാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഈ ഒരു ബൗൾ കൊണ്ട് കുറച്ച് തൈരാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള കടലമാവ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടലമാവ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തൈര് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു ബൗളിൽ തൈര്, അത്ര തൈരാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ദോശമാവിനും ഊത്തപ്പത്തിൻ്റെ മാവിനൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാവിൻ്റെ പുളി ഒന്ന് ഞാൻ നോക്കുകയാണ്. കുറവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ തൈര് വെച്ച് കൊടുക്കാം. നോക്കിയപ്പോൾ പുളി അല്പം കുറവ് തന്നെയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കയ്യിൽ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഊത്തപ്പത്തിൻ്റെ മാവ് കണ്ടോ നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഊത്തപ്പത്തിന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ 20 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് ഊത്തപ്പത്തിലേക്ക് കോമ്പിനേഷനായി കഴിക്കാൻ പറ്റുന്ന ഗാർലിക് ചട്നി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു കൈ ചെറുകിയിട്ടുള്ള നാളികേരമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില. ഇതൊക്കെയാണ് ഗാർലിക് ചട്നി ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്ത് ജാറിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇത് ജസ്റ്റ് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. വേറെ നമ്മളൊന്നും ചെയ്യണില്ല. ഇത്രയേ ഉള്ളൂ ഗാർലിക് ചട്നി ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഇതിപ്പോൾ ദോശയുടെ ഒപ്പം, അതുപോലെ തന്നെ തട്ടിൽ കൂട്ടി ദോശയില്ലേ അതിൻ്റെ ഒപ്പം, അതുപോലെ തന്നെ ഈ കടലമാവ് ഇട്ടിട്ടുള്ള ഈ ഊത്തപ്പത്തിൻ്റെ ഒപ്പമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കടലമാവിട്ടുള്ള ഊത്തപ്പം മാത്രമല്ല, അരി കൊണ്ട് ഊത്തപ്പത്തിൻ്റെ ഒപ്പമൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചട്നി തന്നെയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഊത്തപ്പത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 6 പച്ചമുളക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു കൊടുത്താലും മതി. ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മല്ലിയിലയും അതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഊത്തപ്പത്തിനായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം.
ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ തക്കാളി, സവാളയും മല്ലിയിലയും പച്ചമുളകൊക്കെ, അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ആ മാവിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനതിൻ്റെ മൂടി തുറന്നിട്ടുണ്ട്. എന്നിട്ട് ചുറ്റോടക്കനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നമ്മളിതുപോലെ വേവിച്ചെടുക്കണം. മറിച്ചിട്ടിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ ഈ ഊത്തപ്പം ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള ഊത്തപ്പവും ഉണ്ടാക്കാം. കണ്ടോ, ഇതായിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, ഭയങ്കര കളർഫുള്ളുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് ഞാൻ അടുത്ത ഊത്തപ്പം ഉണ്ടാക്കാം. ഇതേപോലെ ബാക്കി എല്ലാ ഊത്തപ്പവും ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ കടലമാവ് കൊണ്ടുള്ള ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഊത്തപ്പമാണ്. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഊത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നത് നാളികേര ചട്നി, ഗാർലിക് ചട്നി, ടൊമാറ്റോ കെച്ചപ്പ്, ഇതൊക്കെയാണ്. എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഗാർലിക് ചട്നിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗാർലിക് ചട്നി വെച്ചിട്ടുള്ളത്. ഉണ്ണികൾക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ടൊമാറ്റോ കെച്ചപ്പില്ലേ, അത് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഊത്തപ്പമാണ്. കണ്ടോ, തൊടുമ്പോഴേക്കും കണ്ടോ പൊട്ടി വരുന്നത്, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഊത്തപ്പമാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയില്ലേ. നമ്മൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾ ഇപ്പം ചട്നിയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതിൽ ടൊമാറ്റോയും ഒനിയനൊക്കെ കൂടി എല്ലാവരും മിക്സ് ചെയ്തിരുന്ന കാരണം ഇത് ഒന്നും ഇല്ലെങ്കിലും സൈഡായിട്ടൊന്നും കഴിക്കാനില്ലെങ്കിലും നമുക്ക് ഈ ഊത്തപ്പം മാത്രമായിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.